ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ അനു മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരുടെ കൂടെയും വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് താങ്കൾ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർ പറയുന്നത് താങ്കൾ പറയുന്നത് കേൾക്കാത്തവരുടെ കൂടെ താങ്കൾ വഴക്കുണ്ടാക്കുമെന്നാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഉദിത് നാരായണനെ പോലുള്ള ഒരു സിംഗർ, അദ്ദേഹം താങ്കളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദീവാന കർഗെ എന്ന സിനിമയിൽ താങ്കൾ അദ്ദേഹത്തെ സ്റ്റുഡിയോയിൽ നിന്നും പറഞ്ഞു വിട്ടതായിട്ടാണ് കേട്ടത്. ഉദിത് സർ വളരെ നല്ല മനുഷ്യനാണ്, വളരെ നല്ലൊരു കലാകാരനാണ്, നല്ലൊരു സിംഗറാണ്. അദ്ദേഹത്തിന്റെ കലയ്ക്കും അദ്ദേഹത്തിന് ഇതിനും വേണ്ടി ഞാൻ നല്ലൊരു സല്യൂട്ട് കൊടുക്കാം. സോ നല്ല കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ ഏതൊരു കാര്യം എന്നെ നല്ലപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നോ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോ എന്താ നടന്നതെന്ന് വെച്ചാൽ, അതായത് ഞങ്ങളുടെ റെക്കോർഡിംഗ് ടൈം നിങ്ങൾ നോക്കുവാണെങ്കിൽ 3 മണി. അദ്ദേഹത്തിന് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇപ്പൊ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ 3-ന് ശേഷം 4, 5, 6, 7, 8. മറ്റൊരു ഭാഗത്ത് ആർട്ടിസ്റ്റ് വന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ലേറ്റ് ആവും തോറും ഞാൻ ലേറ്റ് റെക്കോർഡിങ്ങിന് വേണ്ടി, ലേറ്റ് നൈറ്റ് റെക്കോർഡിംഗ് ആകുമ്പോൾ എല്ലാവർക്കും കഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ വന്നതിന് ശേഷം അദ്ദേഹം ആണെങ്കിൽ ഭയങ്കര എക്സ്ക്യൂസ് ആയിരുന്നു. ഞാൻ ഇവിടെയാണ് അവിടെയാണ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ലൈൻ ഉണ്ട്. അത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം, സർ അത് എന്റെ ടയർ എൻ്റെ ഒന്ന് പഞ്ചറായിപ്പോയി. മറ്റൊരു കോമഡിയായ കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ 4 ടയറും പഞ്ചറായി, സ്റ്റെപ്പിനി പഞ്ചറായി പോയി എന്നും പറയും. ഞാൻ ചോദിച്ചതാ സാറേ സ്റ്റെപ്പിനി എങ്ങനെയാ പഞ്ചറാവുന്നത്. പക്ഷെ അദ്ദേഹം അതിനുള്ള ഉത്തരം തന്നതായിരുന്നു. പക്ഷെ അദ്ദേഹം ആ പാട്ടും കേട്ടോണ്ട് മൈക്കിന്റെ അടുത്ത് പോയി. പിന്നെ എനിക്ക് പണിയെടുക്കുന്ന സമയത്ത് വളരെ കറക്റ്റ് ആയിരിക്കണം, ഇനി നന്നായിട്ട് പാടണം, ഇതിനേക്കാൾ ബെറ്റർ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ പാടൂന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അതെനിക്ക് വളരെ കഷ്ടമായിപ്പോയി. അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ വാക്ക് ഞാൻ പറയത്തില്ല, കാരണം അത് പബ്ലിക് ആണല്ലോ. നിങ്ങൾ ഇങ്ങനെയാണ് ജോലി എടുക്കുന്നതെന്ന് വെച്ചാൽ ശരി, ഇപ്പം നിങ്ങൾ പൊക്കോളൂ, നമുക്കത് പിന്നെ ചെയ്യാം. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എൻ്റെ പാട്ട് പാടണ്ട, നിങ്ങൾ പൊക്കോളൂ ഇവിടുന്ന്. അത് വഴക്കല്ല. ഞാൻ എൻ്റെ വർക്കിൽ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും എൻ്റെ പാട്ട് എപ്പോഴും നന്നായിട്ട് വരണമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ ആർട്ടിസ്റ്റ് അതിന് വേണ്ടി എനിക്ക് വർക്ക് ചെയ്ത്. താങ്കൾക്ക് ഉദിത് നാരായണനെ പറഞ്ഞുവിടാൻ സാധിക്കും. ഹിമേഷ് ദേശ്വയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കൂ? ദുൽഷൻ കുമാറിന്റെ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തില്ലേ, അതിനെക്കുറിച്ച്? പക്ഷേ സ്ത്രീകളുടെ കൂടെ ഒരിക്കലും താങ്കൾ വഴക്കുണ്ടാക്കിയിട്ടേ ഇല്ലല്ലോ. ഞാനത് തീർച്ചയായിട്ടും പറയുന്നു. ഞാനൊരു ലവറാണ്, അൺഡിസിപ്ലിൻഡ് ഗൈ അല്ല. ഞാൻ വുമനെ റെസ്പെക്ട് ചെയ്യുന്നു. ഞാനൊരു ലവറാണ്, ഞാനൊരു അൺഡിസിപ്ലിൻഡ് ഗൈ അല്ല. अपन बोला वो मेरी लैला और वही बोली झूठ बोलता है साला. अपन जब भी सच्ची बोल रहा है, उसको झूठ क्या को लगता है? ये उसका स्टाइल होएगा, होठों पे ना दिल में हाँ होएगा. ഇതാണ് എൻ്റെ ലൈഫ്. ഈ ചോദ്യത്തിന് എന്നെ കൊണ്ട് മറ്റൊരു പാട്ടും കൂടെ പാടാൻ കഴിയും. गोरी 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 कभी कभी कहीं कहीं चोरी चोरी छुप छुप के तुम मिला करो, प्यारी प्यारी बातें बातें किया करो, पर यूं ना मिलना किसी से कभी हमारे सिवा. गोरी 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 कभी कभी कहीं कहीं चोरी चोरी. ഇൻ ഷോർട്ട്, ഐ റെസ്പെക്ട് വുമൻ, ഐ ഗെറ്റ് ഇൻസ്പയർഡ് ബൈ വുമൻ. കാരണം കുഞ്ഞുങ്ങളുടെ ചിരി പോലും ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. പിന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു ചുമര് നോക്കി നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു ഭംഗിയുള്ള മുഖം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത് വരെ അതിലൊരു തെറ്റുമില്ല. ഞാൻ അകത്തും പുറത്തും ഒരുപോലെ തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഞാനൊരു മനുഷ്യനാണ്. എന്നെ ലവ് ചെയ്യുന്നവർ ഞാൻ തിരിച്ച് ലവ് ചെയ്തിരിക്കും. ഐ റെസ്പെക്ട് വുമൻ. എൻ്റെ വീട്ടിൽ 3 ലേഡീസ് ഇരിപ്പുണ്ട്, എൻ്റെ വൈഫ്, എൻ്റെ 2 മക്കള്. ആൻഡ് ടു മീ, ഞാൻ ലേഡീസിനെ നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ഒരുപാട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ നന്നായിട്ട് നോക്കുന്നതാണ് എന്റെ ഗുണം. ഇതാണ് എന്റെ ശീലം. ഞാൻ ഇങ്ങനെയാണ് ഇൻസ്പയർ ആയത്. ഇത് ഇൻസ്പിറേഷൻ തെറ്റാണെന്ന് വെച്ചാൽ ഐ എം റിയലി സോറി. ഐ ഡോണ്ട് ബൈ ദിസ് അറ്റ് ഓൾ. പക്ഷെ സാർ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ കണ്ണിൽ ഒരു പ്രകാശം കാണുന്നുണ്ട്. പാട്ട് പുറത്തേക്ക് വരുന്ന പോലെ തോന്നുന്നു. അതെ സാർ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കാരണം ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ ചിരിയായിരിക്കും, അല്ലെങ്കിൽ പെണ്ണിന്റെ വേറെ എന്തെങ്കിലും ഒരു ശീലമായിരിക്കും. അത് നമ്മളെ ഇംപ്രസ് ചെയ്യും. അതിലൊരു തെറ്റുമില്ലെന്നാണ് ഞാൻ